നമുക്ക് ഈ ക്യൂട്ട് വൈറ്റ് ഫ്ലവേഴ്സ് ഒന്ന് ഒരുമിച്ച് വരച്ചാലോ? അപ്പോൾ ഹായ്, എൻ്റെ പേര് അഞ്ജു ആൻഡ് വെൽക്കം ഓൾ ഓഫ് യു ടു മൈ യൂട്യൂബ് ചാനൽ. ഇതെൻ്റെ ഫസ്റ്റ് എവർ ലോങ് വീഡിയോ ആണ് ഈ ചാനലിൽ നല്ല യൂട്യൂബിൽ തന്നെ ലോങ് വീഡിയോ. ലോങ് എന്ന് പറയാൻ പറ്റില്ല, കൂടിപ്പോയാൽ ഒരു 2-2.5 മിനിറ്റൊക്കെ കാണുള്ളൂ. ഞാൻ ഈ സ്ക്രിപ്റ്റൊന്നും ഇല്ലാതെ വീഡിയോ വെച്ച് എന്തൊക്കെയോ മനസ്സിൽ തോന്നുന്നു പറയാമെന്ന് വിചാരിച്ചു. ഞാൻ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരുന്നൊരു ബുക്കാണ്. പക്ഷേ ഒരുപാട് പെയിൻറ്റിങ്സൊന്നുമില്ല, ഒരു 3 പെയിൻറ്റിങ്സേ ഉള്ളൂ. പിന്നെ ഞാനത് എവിടെയോ വെച്ച് മറന്നുപോയി. പിന്നെ ഇത് റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് തുടങ്ങിയത്. നമ്മുടെ ലൈഫിൽ ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാൻ മടി പിടിക്കാറില്ലേ? ഇപ്പോൾ ഒരു ബുക്ക് റീസ്റ്റാർട്ട് ചെയ്യുന്ന അത്ര സിമ്പിളായിട്ടുള്ള കാര്യങ്ങളല്ല. ചിലപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡ്രൈവിങ് പലവർക്കും ലൈസൻസ് കാണും, പഠിച്ചിട്ടുണ്ടാവും, ഒരു സമയത്ത് ചിലപ്പോൾ ഓടിച്ചിട്ട് വരെ ഉണ്ടാവും. പക്ഷെ പിന്നെ എപ്പോഴോ അതിൻ്റെ ആവശ്യം വരാണ്ട് നമ്മുടെ ലൈഫിൽ നിന്ന് അത് വിട്ടുപോയി. ഇപ്പോൾ ഡ്രൈവ് ചെയ്യാറില്ല, എന്നാൽ ഡ്രൈവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പല അവസരങ്ങളിലും ഡ്രൈവിങ് അറിഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നാറില്ലേ? അതുപോലെ നമുക്കിഷ്ടപ്പെടുന്ന എന്തെങ്കിലും പാഷൻ, അതിപ്പോൾ വരയ്ക്കുന്നതാവാം, പാടാൻ ആഗ്രഹിച്ചവരാവാം, ഡാൻസ് കളിക്കാൻ ഇഷ്ടമുള്ളവരാവാം. പിന്നെ ലൈഫിലൊരു തിരക്കുകളായി ചിലപ്പോൾ പഠിക്കാൻ 8th 9th എൻട്രൻസ് 8th ആയപ്പോഴത്തേക്കും അല്ലെങ്കിൽ 10th ആയപ്പോഴത്തേക്കും ഇനിയിപ്പോൾ ഡാൻസ് 12th കഴിഞ്ഞിട്ട് മതി, അല്ലെങ്കിൽ കല്യാണമൊക്കെ കഴിഞ്ഞ് പിള്ളേരൊക്കെ ആയിട്ട് പിന്നെ പഠിക്കാമെന്ന് വെച്ചതോ, അല്ലെങ്കിൽ ആ കല്യാണമോ പിന്നെ ലൈഫ് അതിൻ്റെ ഒരു തിരക്കിൽ നമ്മൾ ചിലപ്പോൾ അത് നിർത്തിപ്പോയിട്ട് പിന്നെ റീസ്റ്റാർട്ട് ചെയ്യണോ, എന്തായാലും കുളമായി, അല്ലെങ്കിൽ നിന്നുപോയി പകുതിക്ക് വെച്ച് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനൊരു മടി ഉണ്ടാവില്ലേ? ചിലപ്പോൾ പല പ്രാവശ്യം റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്ന്. അങ്ങനെ വിചാരിക്കണ്ട. നമ്മളതിനെക്കുറിച്ച് ഇപ്പോഴും ആലോചിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് ഇപ്പോഴും ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ടെന്നോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ മാറ്റി വെക്കണ്ട. പറഞ്ഞ് നമ്മുടെ ഫ്ലവർ റെഡിയായി. പിന്നെ ഇഷ്ടപ്പെട്ടാലും എൻ്റെ ഈ ശലഭില സംസാരമോ അല്ലെങ്കിൽ എൻ്റെ ഈ സംസാരം നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഈ വീഡിയോ ഒരു ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ഒന്നും മറക്കണ്ട. നിങ്ങളുടെ സപ്പോർട്ട് ഒത്തിരി വാല്യുബിളാണ്. അപ്പോൾ താങ്ക് യു.